നമ്മൾ ആരെങ്കിലും ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ മിസ് ചെയ്യും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരാൻ ഈശോ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരും. പക്ഷെ എന്നാൽ പോലും ആ ഒരു മണിക്കൂറിൽ ഈശോയുടെ കൂടെ ആയിരുന്ന പള്ളിയിൽ ആ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഈശോ നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൽ നമ്മളായിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു യുദ്ധം ജയിച്ചൊരു ഫീല് തോന്നും നമ്മളവിടെ എത്തുമ്പോൾ തന്നെ. ഞാൻ തളർന്നിരിക്കുന്ന ഒരു സെക്കൻഡിൽ ഈശോ ഞാൻ മടുത്തെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു സെക്കൻഡിൽ ഈശോ എനിക്കൊരു ബോധ്യം തന്നു, ഞാൻ ചാരി ഇരിക്കുന്നത് ഈശോയാണ്. ആ ചാരി ഇരിക്കുന്നത് ഈശോ എന്ന് തിരിച്ചറിഞ്ഞ ഒരു സെക്കൻഡിൽ എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന മടുപ്പും സങ്കടവും ഒക്കെ മാറി. ഞാൻ ഉള്ളിൽ സന്തോഷത്തോടെ ചിരിച്ചു. ചിലപ്പോൾ എനിക്ക് ഫുഡില്ലാതെ ജീവിക്കാൻ പറ്റും, എനിക്ക് വസ്ത്രമില്ലാതെ ജീവിക്കാൻ പറ്റും, എനിക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ നിന്നെ സ്വീകരിക്കാത്ത ഒരു ദിവസം എനിക്ക് പറ്റത്തില്ല ഈശോ. അതുകൊണ്ട് എവിടെ പോയാലും നീ എനിക്ക് വിശുദ്ധ കുർബാന നീ എങ്ങനെയും എനിക്ക് റെഡിയാക്കി തന്നെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥന. കാരണം അങ്ങോട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പ്രാണം പിരിയുന്ന വേദനയാണ്. ആ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് വേണ്ടി എന്നെ കാത്തിരിക്കുന്ന ഒരു ഈശോയുണ്ടെന്നും ഞാൻ ഈ ലോകത്തിൽ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധ്യം, ഏതൊരു പ്രശ്നം വന്നാലും എൻ്റെ ഈശോ എന്നെ സഹായിക്കും എന്നുള്ള ഒരു ബ്ലൈൻഡായിട്ട് നമുക്ക് ഒരു ട്രസ്റ്റാണ് എനിക്ക് അതിൽ വഴി ലഭിച്ചത്. കുർബാനയില്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കുവാനേ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് ആലോചിക്കുവാൻ കൂടി പറ്റത്തില്ല. ഞങ്ങളുടെ കുടുംബം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് അഡിക്റ്റാണ്. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും. ഇന്നിപ്പോൾ ഞാൻ ഈ കുർബാനയ്ക്ക് പോയി ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിലൊരു ദുഃഖമാണ്. അതെനിക്ക് കിട്ടിയത് ആ രാത്രിയിലെ ഈശോയുടെ കൂടിയായിരുന്ന ആ നിമിഷങ്ങളെ പ്രതിയാണ്. കലാകാരന്മാര് അവര് കാണുമ്പോൾ വിറയ്ക്കുന്നത് ആരെയാണ്? അവര് ആരുടെ മുമ്പിലാണ് ചാമ്പലായി തീരുന്നത്? അവനെ ഒരു കുഞ്ഞു മുട്ടമായിട്ട് സ്വീകരിക്കാനുള്ള കരുണ കർത്താവ് എന്നോട് കാണിച്ചു. ആ കരുണ എങ്ങനെയാണ് തട്ടി മാറ്റി കണ്ടില്ല എന്ന് നടിച്ച് വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാം? I am the bread of life. സ്നേഹിക്കുന്ന ഈശോയുടെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. നമുക്കറിയാം വിശുദ്ധ കുർബാനയുടെ തിരുനാൾ എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞിട്ട് വരുന്ന വ്യാഴാഴ്ചയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ചില രൂപതകളിൽ അത് ചിലപ്പോൾ ഞായറാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കാറുണ്ട്. കാരണം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം ഇതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന്. നമുക്കറിയാം ഇത് വിശുദ്ധ ജൂലിയാന പുണ്യവതിയിലൂടെ തുടങ്ങി അർബൻ 4-ാം പാപ്പായിലൂടെ 1264 സ്ഥാപിതമായ ഒരു തിരുനാളാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ. എന്തിനാ ഈശോ ഈ തിരുനാൾ ആഘോഷിക്കാൻ സഭയെ ആഹ്വാനം ചെയ്ത ഈ പുണ്യവതിയിലൂടെ? മെയിനായിട്ട് 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ വേണ്ടി. നമുക്കറിയാം നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധകരം 1374 ഇങ്ങനെ പറയുന്നു: വിശുദ്ധ കുർബാനയിൽ ഈശോ മുഴുവനായിട്ട് എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഈശോ മുഴുവനായിട്ട് വിശുദ്ധ കുർബാനയിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് ഏറ്റുപറയാനുള്ള ഒരു അവസരം, അത് വിശ്വസിക്കുവാനും ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു വലിയൊരു അവസരമായിട്ടാണ് നമുക്ക് കത്തോലിക്ക സഭ ഈ തിരുനാളിനെ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ ദിവികാരുണ്യ ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും, ഈശോ അകന്നുപോയ മക്കളെ ഈശോയുടെ ദിവികാരുണ്യ ഈശോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള ഒരു ഒക്കേഷനായിട്ടാണ് ഈ ഒരു തിരുനാളിനെ സഭ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം ഈ ഒരു വിശ്വാസം, അതാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാനമോ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണല്ലോ. അതുപോലെ നമുക്ക് നമ്മുടെ നമുക്ക് ചിന്തിക്കുമ്പോൾ, ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. നമുക്ക് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ബ്ലാക്ക് മാസ് കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് മാസിലൊക്കെ വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് എങ്ങനെയായാലും അത് ഉണ്ടായിരിക്കണം. അതെന്താ? വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പിശാചിനെ ബാക്കി എന്തോരം പല ആൾക്കാർ കരുതുന്ന ഹോളി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പലതും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന മാത്രം വേണ്ടത്? കാരണം പിശാചിനറിയാം വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? വിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനാണ്. അതാണ് വിശുദ്ധ നമ്മളെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞേക്കുന്നത് എന്താ? അധ്വാനിക്കുന്നതും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മൾ ഈശോയുടെ അടുത്തേക്ക് പോകണം. നമുക്കറിയാം നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സമയം കൊടുക്കും. സ്നേഹിക്കുന്നില്ലെങ്കിൽ സമയം കൊടുക്കില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കാൻ താല്പര്യമുണ്ട്. ഈശോയ്ക്കും ഇതുപോലെയാണ്. ഈശോയുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കാൻ താല്പര്യമുണ്ട്. എന്തിനാണ് ഈശോ വന്നത്? നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈശോയ്ക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകേണ്ട സമയമായപ്പോൾ അവൻ എന്ത് ചെയ്തു? വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടി. അതുപോലെ അവൻ അവസാനമായിട്ട് നമ്മളോട് പറഞ്ഞ വാക്കെന്താ? അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, സ്വർഗാരോഹണത്തിന് മുമ്പ് പറഞ്ഞ എന്താ? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടി എന്നും ഉണ്ടായിരിക്കുന്നു.
അല്ലേ? അപ്പോൾ എന്താ അതെങ്ങനെയാവുന്നത്? വിശുദ്ധ കുർബാനയിലൂടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം ശിഷ്യന്മാരെ വിളിക്കുന്നത് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 3:13-14 കാണുന്നു. അവന് ഇഷ്ടമുള്ളവരെ വിളിച്ചു. എന്തിനാ? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ ആയിരിക്കാൻ, ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി. നമുക്കറിയാം ഈശോ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിൽ നോക്കിയാൽ അവന് വേണ്ടി മാത്രം പറഞ്ഞ ഒരു കാര്യമുള്ളൂ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 26:40 ഇങ്ങനെ കാണുന്നില്ലേ? എൻ്റെ കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ പറ്റും, എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റും. അതാണ് ഈശോയ്ക്ക് വേണ്ടി ചോദിച്ചത്. നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു കാര്യം. ബാക്കിയൊക്കെ നമുക്ക് വേണ്ടിയായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി ചോദിച്ചത് എന്താ? എൻ്റെ കൂടെ 1 മണിക്കൂർ നേരം ഉണർന്നിരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈശോയുടെ കൂടെ, ഈശോയുടെ അടുത്ത് പോയവര് എന്താ പറ്റി? അവരുടെ ജീവിതമൊക്കെ അനുഗ്രഹമാക്കി. അതുകൊണ്ടല്ലേ നമ്മുടെ സങ്കീർത്തനത്തിൽ പറയുന്നത് കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയാൻ. അപ്പോൾ എന്തു പറ്റും? നാം അവനെ കണ്ടുമുട്ടുന്നവർ, അവനെ എൻകൗണ്ടർ ചെയ്യുന്നവരൊക്കെ വലിയ കൃപയും അഭിഷേകമായി മാറ്റും. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവൻ ചെയ്യും. അതാണല്ലോ അന്ത്രയോസ് ഈശോയുടെ കൂടെ ഒരു ദിവസം താമസിച്ചപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായേ? മഗ്ദലന മറിയം ഈശോയുടെ കൂടെ ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ വലിയൊരു അനുഗ്രഹമായി. പാപിനിയായ സമറിയാക്കാരി സ്ത്രീ ഈശോയുടെ കൂടെ ഈശോനെ എൻകൗണ്ടർ ചെയ്തപ്പം വലിയൊരു അനുഗ്രഹമായി. സക്കേവൂസ് വലിയൊരു പാപി ഈശോയുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞപ്പം അവനെ ഈശോ മാറ്റി. അതാ നമ്മുടെ ഈശോനെ നമ്മൾ എൻകൗണ്ടർ ചെയ്യണം. ഈശോനെ എൻകൗണ്ടർ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടരുത്, അത് നമ്മൾ മിസ്സാക്കരുത്. കർത്താവ് എത്ര നല്ലവനെന്ന് നമ്മളെല്ലാവരും രുചിച്ചറിയണം. അതിനെന്താ ചെയ്യണ്ടേ? അവനെ നമ്മൾ എൻകൗണ്ടർ ചെയ്യണം. ഞാനും എൻ്റെ ദിവ്യകാരുണ്യ ഈശോയും ദിവ്യകാരുണ്യ ഈശോയായിട്ട് ഒരു എൻകൗണ്ടറിന് എന്നോട് ചോദിച്ചായിരുന്നുണ്ടല്ലോ. ഒരു രാത്രി ഞാനൊരു നൈറ്റ് വിസിലിന് ഇങ്ങനെ പോയിരിക്കുകയാണ്. രാത്രിയിൽ ആരുമില്ല, എല്ലാവരും കിടന്നുറങ്ങുവാണ്. ഞാനിങ്ങനെ ഈശോയെ, ആ കുഞ്ഞി അപ്പത്തിലുള്ള ഈശോനെ ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ സമയം കഴിഞ്ഞു എന്നുള്ളത്. എനിക്ക് മനസ്സിലായേ ഇല്ല ആ രാത്രി ഇങ്ങനെ കടന്നുപോയി. ഞാൻ ഭയങ്കര ഉറക്കമുള്ള ഒരാളാണ്. എനിക്കിങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഉറക്കം തോന്നുന്ന സമയത്ത് രാത്രി 3 മണിക്ക് 4 മണിക്കൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഈശോയുടെ കൂടി ഇരുന്നു. അന്ന് രാത്രി മുഴുവൻ ഞാൻ ഈശോയുടെ കൂടി ഇരുന്നു. 4 മണി വരെ ഞാൻ ഈശോയുടെ കൂടി ഇരുന്നു, ഈശോയെ നോക്കിയിരുന്നു. അതിനുശേഷം എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഭയങ്കര തിരക്കുള്ള ജോലിയിൽ അകപ്പെട്ടിരിക്കുന്ന ഞാൻ എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഈശോ കെട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ആ ഫീലിങ്ങിന് വേണ്ടി എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ഈശോ ദിവ്യകാരുണ്യത്തിൽ പോയതിന് മുമ്പ് ഇരിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും. ഇന്നിപ്പോൾ ഞാൻ ഈ കുർബാനയ്ക്ക് പോയി ഭയങ്കര ഉള്ളിലൊരു ദുഃഖമാണ്. അതെനിക്ക് കിട്ടിയത് ആ രാത്രിയിലെ ഈശോയുടെ കൂടിയായിരുന്ന ആ നിമിഷങ്ങളെ പ്രതിയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീലിംഗ് എന്താന്ന്. എനിക്ക് അത്രയധികം സ്നേഹമുള്ളൊരു കാര്യമാണത്. പരിശുദ്ധ കുർബാനയിലെ ഈശോയായിട്ട് എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായതിനു ശേഷമാണ് വിശുദ്ധ കുർബാനയെ ഇത്ര അധികമായിട്ട് എനിക്ക് സ്നേഹിക്കാനൊക്കെ പറ്റുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ആരെയൊക്കെ ഫോഴ്സ് ചെയ്താൽ മാത്രം ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്നൊന്നും ഈശോയുടെ ശരീരവും രക്തവുമാണ് ഞാൻ ഭക്ഷിക്കുന്നതൊന്നും എനിക്കറിയത്തില്ലായിരുന്നേ. പിന്നീട് അതിനുശേഷം ഒരു ധ്യാനമൊക്കെ കൂടി ഈശോയുടെ സ്നേഹമൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ടാണ് ഓരോ ദിവ്യ ബലിയിലും ഈശോയുടെ ശരീരവും രക്തവും തന്നെയാണ് നമ്മൾ ഭക്ഷിക്കുന്നതെന്നും ഓരോ പ്രാവശ്യം നമ്മുടെ ഉള്ളോട്ട് എഴുന്നള്ളി വരുമ്പോഴും നമ്മൾ ഈശോ ഒന്നായി തീരുകയാണ് എന്നൊക്കെ എനിക്ക് ബോധ്യം കിട്ടുകയോ. ഇപ്പം എന്ന് പറയുന്നത് എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ദിവ്യകാരുണ്യ ഈശോ ഓരോ പരിശുദ്ധ ബലിയും എനിക്ക് പങ്കെടുക്കാനായിട്ട് ഞാൻ വേറെ എന്തും വേണ്ടെന്ന് വെക്കാം, ഞാൻ റെഡിയാണ്. കാരണം എൻ്റെ ജോലി, എനിക്ക് പണം, അങ്ങനത്തെ എനിക്ക് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ബലിക്ക് വേണ്ടി മാറ്റി വെക്കാൻ ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് എൻ്റെ എപ്പോഴും എൻ്റെ മനസ്സിൽ, കാരണം ഇപ്പം ഞാനിപ്പോൾ എബ്രോഡ് പോകുന്ന കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വേദനയാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈശോയെ കിട്ടുമോ, എല്ലാ ദിവസവും ഈശോയെ കിട്ടുമോ എന്നൊരു ടെൻഷനും എപ്പോഴാണ് എനിക്ക്. അപ്പം എല്ലാ ദിവസവും ഞാൻ ഈശോയോട് പറയുന്ന, ഈശോ നീ എവിടെ എന്നെ കൊണ്ടിട്ടാലും എനിക്ക് ചിലപ്പോൾ എനിക്ക് ഫുഡില്ലാണ്ട് ജീവിക്കാൻ പറ്റും, എനിക്ക് വസ്ത്രമില്ലാതെ ജീവിക്കാൻ പറ്റും, എനിക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റും, പക്ഷെ നിന്നെ സ്വീകരിക്കാത്ത ഒരു ദിവസം എനിക്ക് പറ്റത്തില്ല ഈശോ. അതുകൊണ്ട് എവിടെ പോയാലും നീ എനിക്കൊരു വിശുദ്ധ കുർബാന നീ എങ്ങനെയും എനിക്ക് റെഡിയാക്കി തന്നെ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥന. കാരണം അങ്ങോട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പ്രാണം പിരിയുന്ന വേദനയാണ്. അത് എല്ലാ ദിവസവും ഞാൻ ഞാൻ 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ഈശോയെ ഒരു ദിവസം പോലും മുടക്കാതെ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈശോയെ സ്വീകരിക്കാത്ത ഒരു ദിവസം പോലും, അതും എല്ലാ ദിവസവും രാവിലെ തന്നെ ഈശോയെ സ്വീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഈശോ അനുഗ്രഹിച്ചേ. അപ്പം അതുപോലെ തന്നെ ഓരോ വിശുദ്ധ ബലിയിലും, അതായത് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, ചിലപ്പോൾ ചില അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും. ചിലപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു 200 അല്ലെങ്കിൽ 2000 ടൺ ഭാരമുള്ള കല്ല് കയറ്റി വെച്ചിരിക്കുന്ന വിഷമം എൻ്റെ ലൈഫിൽ വന്നാൽ പോലും
പിറ്റേ ദിവസം ഞാൻ ഓടി എൻ്റെ ഈശോയുടെ അടുത്തൂടെ ചെല്ലുമ്പം ആ ഭാരം ഈശോ ഏറ്റെടുക്കുവാണ്. ഈശോ എൻ്റെ ഉള്ളിലോട്ട് എഴുന്നള്ളി വന്ന് എൻ്റെ ഭാരം ഈശോ പറയും, നീ തന്നെ ചുമക്കണ്ട, ഞാനുണ്ട് കൂടെ എന്നൊരു ധൈര്യം എനിക്ക് വിശുദ്ധ അത് എൻ്റെ എല്ലാം എൻ്റെ ബലിപീഠത്തിൽ എൻ്റെ ജീവിതത്തെ കെട്ടിയിട്ടുകൊണ്ടാണ് ഞാൻ ഇന്നും ഇതുപോലെ സ്റ്റേണായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നത്. എനിക്ക് ഉറപ്പായിട്ടും അത് വിശുദ്ധ കുർബാനയോടുള്ള ഒരു ദാഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നും പറയാൻ പറ്റും. കർത്താവിനെ രുചിച്ചറിയുന്നവർക്ക് അവിടുത്തെ മാറ്റി വയ്ക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം എന്താ? സ്നേഹം നിർബന്ധിക്കും. സ്നേഹം നിർബന്ധിക്കും. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താ, അവരുടെ കൂടെ ആയിരിക്കാൻ, അവരോട് കൂടെ സമയം ചെലവഴിക്കാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കും. അതിനുവേണ്ടി എന്ത് സാക്രിഫൈസ് വേണമെങ്കിലും ചെയ്യും. നമ്മൾ പലരും ഇപ്പം ഇത് ശ്രദ്ധിക്കുന്ന പലരും യുവതി യുവാക്കളാണ്. നിങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? അവരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണല്ലോ. അതാ കർത്താവിനെ രുചിച്ചറിഞ്ഞവർക്ക് ഇങ്ങനെ തന്നെയാണ്. അവിടുത്തെ മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈശോനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ എന്താ, അവനില്ലാത്തൊരു ജീവിതം പിന്നെ ചിന്തിക്കാനേ പറ്റില്ല. ഈ 2024 വത്തിക്കാനിൽ നിന്ന് മെഡ്ജുഗോറിയെ കുറിച്ച് ഒരു ഡോക്യുമെൻ്റ് പുറപ്പെടുവിച്ചിരുന്നു. അവിടെ പരിശുദ്ധ അമ്മ പറഞ്ഞ 2-3 മെസ്സേജ് അതിൽ കോട്ട് ചെയ്തിരുന്നു. അതിലൊരു കാര്യം പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയ മക്കളെ, ഇന്നും പ്രത്യേകമാവിധം നിങ്ങളെ ദിവ്യകാരുണ്യത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ മക്കളെ, വിശുദ്ധ കുർബാന നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. കുടുംബങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. വിശുദ്ധ കുർബാന നിങ്ങൾക്കൊരു ശീലം ആയിരിക്കരുത്, മറിച്ച് ജീവിതമാകണം. ജസ്റ്റ് ഒരു ശീലമാവരുത്, പക്ഷേ ജീവിതമാവണം. അതുകൊണ്ട് കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവണം. അപ്പോൾ കുർബാനയ്ക്ക് പോകാൻ പറ്റിയാൽ നമുക്കൊരു വിഷമം തോന്നണം. എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആവുന്നത്? നമ്മൾ ആരെയും മിസ് ചെയ്യുമ്പോൾ, എപ്പോഴാണ് നമ്മൾ ആരെങ്കിലും മിസ് ചെയ്യുന്നത്? നമ്മൾ ആരെങ്കിലും ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ മിസ് ചെയ്യും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ നമുക്കറിയാം, നമ്മുടെ മദർ തെരേസയൊക്കെ ആണെങ്കിൽ പല പല രാജ്യങ്ങളിലേക്ക് അവരെ മിഷനായിട്ട് വിളിക്കാറുണ്ട്. വേറെ പല പല മതങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾ വളരെ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്. എവിടെ പോയാലും മദർ തെരേസ ചെയ്യുന്നത് എന്താണെന്നറിയോ? പോകുമ്പോഴൊക്കെ ഒരു വൈദികനെ കൊണ്ടുപോകും, ഒരു അച്ഛനെ കൊണ്ടുപോകും. എന്തിനാ? എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കിട്ടാൻ വേണ്ടി. അപ്പം അവർ ചെയ്യുന്നത് എന്താ? എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ ഈശോനെ ആരാധിക്കും, ഈശോയുടെ കൂടെ ഇരിക്കും, ഈശോയുടെ സന്നിധിയിൽ നിൽക്കും. എന്നിട്ട് കുർബാന, എന്നിട്ട് ആ ഈശോനെ സ്വീകരിച്ച് അതിൽ നിന്ന് ശക്തി സ്വീകരിച്ചിട്ടാണ് ഈ പാവങ്ങളായവരുടെ അടുത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുന്നത്. അച്ഛൻ ഓർക്കുന്നു, അച്ഛൻ സലീഷിൻ്റെ അച്ഛനല്ലേ, ഞങ്ങൾ ന്യൂഷീറ്റിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡോൺ ബോസ്കോനെ കുറിച്ചൊക്കെ പഠിക്കും. ഡോൺ ബോസ്കോയുള്ള അച്ഛൻ്റെയൊക്കെ ഫൗണ്ടർ സലീഷ് കോൺഗ്രിഗേഷൻ. അപ്പോൾ അതിൽ പഠിക്കുന്നത് വെച്ചാൽ ഡോൺ ബോസ്കോ സെമിനാരിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നാൽ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല, കാലഘട്ടം ആയിരുന്നില്ല. പക്ഷേ അപ്പം ഡോൺ ബോസ്കോ എന്ത് ചെയ്യുമായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യും. എന്തിനാ? കുർബാനയിൽ പങ്കെടുക്കാൻ, കുർബാനയിൽ ഈശോനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. കാരണം അവർക്ക് മിസ് ചെയ്യുമായിരുന്നു കുർബാന. നമുക്ക് ഈശോനെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈശോയ്ക്ക് അത്രയും സ്ഥാനം കൊടുത്തിട്ടില്ലെന്ന്. നമ്മൾ ഈശോയ്ക്ക് എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നോ നമ്മുടെ ഹൃദയത്തിൽ, അത്രമാത്രം ഈശോ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, whoever has God has everything. ആർക്കൊക്കെ ഈശോനെ സ്വന്തമാക്കിയിട്ടുണ്ടോ അവർക്ക് എല്ലാം ഉണ്ട്. നമ്മൾ ഈശോയുടെ പുറകെ പോകുമ്പോൾ ബാക്കി എല്ലാം നമ്മുടെ പുറകെ വരും. അതുകൊണ്ട് ഓർക്കുക, കർത്താവ് എത്ര നല്ലവനെ നമ്മൾ രുചിച്ചറിയണം. അവനെ മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റരുത്. അവനെ നമ്മൾ മിസ് ചെയ്യുന്നത് പോലെ തോന്നണം. അവൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. അവനെ മാറ്റി വയ്ക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഭാഗമാവണം ഈശോ, നമ്മുടെ ഈശോ. എൻ്റെ ലൈഫിൽ ഒഴിച്ചുകൂടാനാവാത്ത, മാറ്റി വയ്ക്കാനാവാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ കുർബാനയാണ്. യേശുവിൻ്റെ പരിശുദ്ധ ശരീരവും പരിശുദ്ധ രക്തവും സ്വീകരിക്കുന്നതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഒഴിച്ചുകൂടാനേ സാധിക്കാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പരിശുദ്ധ കുർബാന എന്നുള്ളത് സ്വർഗത്തിൻ്റെ ദാനമാണെന്നും അത് ഒരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക് കർത്താവ് വെച്ച് വിളമ്പി തരുമ്പോൾ എങ്ങനെയാണ് അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുക? മലങ്കര ക്രമത്തിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടുണ്ട്. അഗ്നിമയന്മാർ ആരെയും നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെ മിന്നലുടുത്തവർ നോക്കുകിൽ എരിയുന്നുടനെ, അവനെ മൺമയർ ഭക്ഷിച്ച് മുഖം തെളിയുന്നേരം. മിന്നലെടുത്തവര്, അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളവര്, മലാഖമാര്, അവരെ കാണുമ്പോൾ വിറയ്ക്കുന്നത് ആരെയാണ്? അവര് ആരുടെ മുമ്പിലാണ് ചാമ്പലായി തീരുന്നത്?
അവനെ ഒരു കുഞ്ഞു മുട്ടമായിട്ട് സ്വീകരിക്കാനുള്ള കരുണ കർത്താവ് എന്നോട് കാണിച്ചു. ആ കരുണ എങ്ങനെയാണ് തട്ടി മാറ്റി കണ്ടില്ല എന്ന് നടിച്ച് വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാനയില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. യേശു തൻ്റെ ശരീരം കീറി മുറിച്ച് ജീവനായി എനിക്ക് തരുമ്പോ അതിനെ വേണ്ടാന്ന് വെച്ച് മുമ്പോട്ട് പോവാൻ എനിക്ക് സാധിക്കില്ല. യേശുവിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അറിയുന്നത്, യേശുവിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, യേശു തൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നതൊക്കെ ഈ കുർബാനയിലൂടെ അല്ലേ. ഈ കുർബാനയില്ലാതെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് വെള്ളമില്ലാതെ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് പോലെ തന്നെ അതിനേക്കാളും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. കാരണം അത് ജീവനാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ബലഹീനതകളാണ്. ഏറ്റവും അധികമായിട്ട് ഓരോ ബലഹീനതകൾ വരുമ്പോഴത്തേക്കും നമ്മൾ കാരണം മറ്റുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് തന്നെ വിഷമമാവുന്ന കുറേ സിറ്റുവേഷൻസിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചത് ഈ പരിശുദ്ധ കുർബാനയാണ്. കാരണം പരിശുദ്ധ കുർബാനയിൽ ഒരു ഇൻറ്റൻഷൻ വെക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഭയങ്കര ലൈറ്റായിട്ട് ആ പ്രശ്നത്തിന് എല്ലാത്തിനും ഒന്നും നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പോലും അതിനൊരു സൊല്യൂഷൻ അപ്പോൾ തന്നെ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ചില സൊല്യൂഷൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, ചിലത് നമുക്ക് ആ സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ളതായിരിക്കും. അങ്ങനെ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വെക്കുന്ന ചെറിയ 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 കാര്യങ്ങൾ പോലും ഈശോ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ നേരം നമ്മൾ ഈശോനെ നോക്കിയിരിക്കും, ഈശോ കുറേ നേരം നമ്മളോട് സംസാരിക്കും, നമ്മൾ ഈശോയോട് സംസാരിക്കും. ഈ ഒരു സമയം തീർന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അച്ഛൻ ഇങ്ങനെ വന്ന് ഈശോയെ ഉയർത്തി ആശീർവാദം നൽകി ഈശോ ഇങ്ങനെ തിരിച്ച് സക്രാരിയിലേക്ക് എടുത്തു വെക്കുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. അയ്യോ, ഈശോനെ കൊണ്ടുപോകാണല്ലോ, കുറച്ച് നേരം കൂടി ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ബോധ്യമാണ്, നമ്മളെല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇതേ ഈശോയാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ അരുളിക്കയും കൊണ്ട് ഇങ്ങനെ ഒരു പ്രദക്ഷിണം പോകുന്നത് പോലെയാണ് ഓരോ നേരവും നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ചില ദിവസങ്ങളിൽ രാവിലെ കുർബാനകളുണ്ടാവില്ല, ചില ദിവസം വൈകുന്നേരം മാത്രം കുർബാനയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു മണിക്കൂർ നമ്മളിതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അത് ഉത്തരവാദിത്തത്തെ നമ്മൾ തള്ളിക്കൊണ്ടല്ല, പക്ഷേ എന്നാൽ പോലും അതിന് മുന്നായിട്ട് നമ്മൾ ചെയ്ത് തീർത്ത് ഈ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഓടുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരും. പക്ഷേ എന്നാൽ പോലും ആ ഒരു മണിക്കൂറിൽ ഈശോയുടെ കൂടെ ആയിരുന്ന പള്ളിയിൽ ആ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഈശോ നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൽ നമ്മളായിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു യുദ്ധം ജയിച്ചൊരു ഫീല് തോന്നും നമ്മളവിടെ എത്തുമ്പോൾ തന്നെ. പിന്നീട് വിശുദ്ധ പാദ്രി പിയോ പറയും, നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് ഗ്രേസസ്, അല്ലെങ്കിൽ നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര ഗ്രേസസ് ഒഴുകുന്നത് ഈ പരിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ ഏറ്റവും അധികമായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം ഈശോയുടെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈശോയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ എന്നെ എപ്പോഴും സഹായിച്ചിട്ടുള്ളത് ഈ എന്നുമുള്ള വിശുദ്ധ കുർബാനയാണ്. ആരൊക്കെ ഈശോയിലേക്ക് അടുക്കുന്നോ, വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുന്നോ, അവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈശോ അവരെ മാറ്റും. കാരണം ആരെയാണ് അവർ സ്വീകരിക്കുന്നത്? നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ആരെയാണ് സ്വീകരിക്കുന്നത്? ഈശോയാണ് സ്വീകരിക്കുന്നത്. സർവശക്തനായ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ വരുന്നു എന്ന അറിവോടെ ഞാൻ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങ് മാറും. അറിവോടെ സ്വീകരിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ അവയർനെസ് ഉണ്ടാവണം. ഈശോനെ, സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ആ അറിവോട് ഞാൻ സ്വീകരിച്ചാൽ ഈശോ എന്നെ മാറ്റും, എൻ്റെ ജീവിതം അങ്ങ് മാറ്റും. അതാ നമ്മൾക്ക് അറിയാം, നമ്മുടെ സുവിശേഷത്തിൽ ഇഷ്ടമാതിരി എക്സാമ്പിൾസാണ് അതിനുള്ളത്. നമുക്കറിയാം, സമറിയാക്കാരുടെ സ്ത്രീയുടെ കാര്യം നമുക്കറിയാം. പാപിയായിരുന്നു. പാപിയായ ഒരു സ്ത്രീയെ വലിയൊരു അനുഗ്രഹമാക്കി ഒരു വില്ലേജ് മൊത്തം ഈശോയിലേക്ക് അടുപ്പിച്ചത് കൊണ്ടുവന്നത് ആ ഒരു പാപിയായ ഒരു സമറിയാക്കായ സ്ത്രീ വഴിയാണ്. സക്കേവൂസ് വലിയ പാപിയായിരുന്നല്ലോ, ചുങ്കക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ആൾ. പക്ഷേ പിറ്റേ ദിവസം ഈശോ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവന് വർഷങ്ങളായിട്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ വർഷങ്ങളായിട്ട് ചെയ്യാൻ പറ്റാത്തത് അവന് പറ്റി. എങ്ങനെയാണ് പറ്റിയേ? ഈശോ വന്നപ്പം, ഈശോ അവൻ്റെ ജീവിതത്തിൽ വന്നപ്പം. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പിറ്റേ ദിവസം തൊട്ട് ആ വില്ലേജിലെ ആ ഗ്രാമത്തിലൊക്കെ
ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ആളായിട്ട് സക്കേവൂസ് മാറുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം അതുപോലെ എമ്മാവൂസിലേക്ക് പോലെ ശിഷ്യന്മാർ അപ്പോൾ ക്ലെയോഫസും അപ്പോൾ അവരങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്ത് വിഷമത്തോടെയായിരുന്നു തിരിച്ചു പോകുന്നത്. ജെറുസലേമിൽ നിന്ന് പോവുമായിരുന്നു പേടിച്ചും വിഷമിച്ചും ആകുലപ്പെട്ടൊക്കെ തിരിച്ചു പോകുന്നത്. പക്ഷേ ഈശോനെ അവർ കണ്ടുമുട്ടുക. എവിടെ കണ്ടുമുട്ടിയത്? വിശുദ്ധ കുർബാനയിലാണ്. അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നത്, ഈശോനെ മനസ്സിലാക്കിയത്. വിശുദ്ധ കുർബാനയിൽ ഈശോനെ തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ഒരു യൂ ടേൺ നടക്കുവാണ്. ഒരു യൂ ടേൺ. എവിടെ നിന്ന് ഓടിപ്പോകുന്നോ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ എന്താ ഒത്തിരി സന്തോഷത്തോടെ അത് കഴിഞ്ഞിട്ട് അപ്പസ്തോലന്മാരുടെ അടുത്ത് നിന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു. ഒരു അപ്പസ്തോലനാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജീവിതം. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ എപ്പോഴാണ് ഈശോ വന്ന് ആ യെസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്? നമ്മുടെയൊക്കെ മംഗലവാർത്തയുടെ ദിവസം യെസ് പറഞ്ഞപ്പോഴല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈശോ വരുന്നത്? വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോകുക കഴിയുമ്പം ഈശോനെ വൈദികൻ എടുത്തുയർത്തി ഇത് ഈശോയുടെ തിരുശരീരം എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈശോനെ എൻ്റെ നാവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഞാൻ ഈശോയുടെ ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താ? നീ പറയുന്ന പോലെ സംഭവിക്കട്ടെ. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും അതുപോലെ സംഭവിക്കട്ടെ. യെസ് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ ഈശോ വരുന്നു. പരിശുദ്ധ അമ്മ യെസ് പറഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ ഈശോ വരുന്നു. ഞാൻ യെസ് പറയുമ്പം എൻ്റെ ഉള്ളിൽ ഈശോ വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പരിശുദ്ധ അമ്മ എന്താ ചെയ്ത്? എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്തിനാ? ഒരു അനുഗ്രഹമാവാൻ ഈശോനെയും കൊണ്ടുപോയി. നമ്മൾ ഓർക്കുക, നമ്മൾ ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും നമ്മൾ പരിശുദ്ധ അമ്മേനെ പോലെ ഈശോനെ ഉദരത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തന്നെയല്ല തിരിച്ചു പോകുന്നത്, ഈശോനെ സ്വീകരിച്ചുകൊണ്ട്. പരിശുദ്ധ അമ്മ അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യമായി. പരിശുദ്ധ അമ്മയുടെ വാക്ക് ഈശോയുടെ വാക്കായി. പരിശുദ്ധ അമ്മയുടെ ആലിംഗനം ഈശോയുടെ ആലിംഗനായി. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. എപ്പോഴാണ് ഞാൻ വിശ്വാസത്തോടെ ഈശോനെയും കൊണ്ടാ പോകുന്നതെന്നുള്ള വിശ്വാസത്തോടെ പോയി കഴിയുമ്പോൾ എൻ്റെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യമാവും. എൻ്റെ വാക്ക് ഈശോയുടെ വാക്കാവും. എൻ്റെ ഒരു ആലിംഗനം ഈശോയുടെ ആലിംഗനാവും. നമ്മുടെ വീട്ടിൽ ചിലപ്പം ഉള്ളവരെല്ലാവരും പള്ളി പോകണമെന്നൊന്നുമില്ല, പക്ഷേ എനിക്കും ഈശോനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൂടെ? പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ എല്ലാ കുടുംബങ്ങളിലും വിശുദ്ധ കുർബാന വരണം. എങ്ങനെയാണ് വരുന്നത്? ഞാൻ അതിൽ കുടുംബത്തിൽ ഒരാളെങ്കിലും പോയാൽ അവിടെ ഒരു വിശുദ്ധ കുർബാന വരില്ലേ? ബാക്കിയുള്ളവർ പള്ളി പോകാൻ താല്പര്യമില്ലാത്തവരായിരിക്കും, പക്ഷേ എനിക്ക് ഈശോനെ കൊണ്ട് പോകാൻ പാടില്ലേ? അപ്പോൾ എന്ത് പറ്റും? അവർ ഈശോയുടെ അടുത്ത് വരുന്നില്ല, അതിന് പകരം ഞാൻ ഈശോനെയും കൊണ്ട് പോകും. അപ്പോൾ എന്താ? നമ്മളെല്ലാവരും ജീവിക്കുന്ന സക്രാരികളാവുകയാണ്. കാരണം ഈശോനെയും വഹിച്ചുകൊണ്ട് ഈശോയുടെ മക്കളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പം നമ്മുടെ സാന്നിധ്യം അവൻ്റെ സാന്നിധ്യമാക്കി മാറ്റും. നമ്മുടെ വാക്ക് അവൻ്റെ വാക്കാക്കി മാറ്റും. നമ്മളെ തന്നെ അവൻ മാറ്റും. നമ്മളെ ഈശോ ഒരു അനുഗ്രഹമാക്കും. എപ്പോഴാണ്? ഞാൻ വിശുദ്ധ കുർബാന ആ ഒരു ബോധ്യത്തോടെ ഈശോനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്, ഈശോയാണ് എൻ്റെ ഉള്ളിൽ വന്ന ആ ഒരു അവയർനെസ്സിൽ ഞാൻ പോകുമ്പോൾ ഈശോ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. എന്നെ ഒരു ജീവിക്കുന്ന സക്രാരിയാക്കി മാറ്റും. വിശുദ്ധ കുർബാന എൻ്റെ ശക്തിയാണ്. വിശുദ്ധ കുർബാന എൻ്റെ അല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും കൂടി ശക്തിയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു രൂപാന്തരീകരണമാണ്. ഈ രൂപാന്തരീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ രൂപാന്തരീകരണമെന്ന്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷ മേഖലകളിലൊക്കെ ഒരു വലിയ മാറ്റം കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകളൊക്കെ ഈ വിശുദ്ധ കുർബാനയിൽ ഞാൻ സമർപ്പിച്ചപ്പോൾ അതെല്ലാം എൻ്റെ അപ്പന് നിറവുകളാക്കി മാറ്റുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാൽവരി കുന്നിൽ എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ ഈശോയുടെ തിരുശരീരങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഭക്ഷിക്കുമ്പോൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാൻ സഹായിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയാണ്. തിരുവചനത്തെ സ്നേഹിക്കുവാനും തിരുവചനം പഠിക്കുവാനും ഒക്കെ എന്നെ സഹായിച്ചത് വിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചറിയാനും സഹായിച്ചത് വിശുദ്ധ കുർബാനയാണ്. ഇതൊക്കെ പലപ്പോഴും പലരും എന്നോട് പങ്കുവെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവരെ ഞാൻ എങ്ങനെ വളർത്തും, ഇങ്ങനെയൊക്കെ ഞാൻ ആകുലപ്പെട്ട ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ വിശുദ്ധ കുർബാനയാണ് അവരെ ദൈവസ്നേഹത്തിൽ വളർത്തുവാനും തിരുവചനം പഠിപ്പിക്കുവാനും വിശുദ്ധിയിലൊക്കെ വളർത്തുവാനും ഒക്കെ എന്നെ സഹായിച്ചത് ഈ വിശുദ്ധ കുർബാനയാണ്. ഇന്ന് ഞാനിവിടെ ഇരുന്ന് ഇത് പറയുമ്പോൾ വിശുദ്ധ കുർബാനയില്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കുവാനേ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് ആലോചിക്കുവാൻ കൂടി പറ്റത്തില്ല. ഞങ്ങളുടെ കുടുംബം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് അഡിക്റ്റാണ്. ജീവിതത്തിൽ സന്തോഷം, ബുദ്ധിമുട്ടുകളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, സഹനങ്ങളാകട്ടെ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ളൊരു കൃപ
എനിക്ക് കിട്ടിയത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അപ്പം ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ അത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ദാനിയേലച്ചൻ പറയുന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വിശുദ്ധ കുർബാന എന്ന്. പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി തന്നുള്ളതാണ്. ഞാൻ ചെറുപ്പകാലത്തിലൊന്നും ഈശോയെ അപ്പനായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ പരിശുദ്ധ കുർബാന അർത്ഥമറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ ഉൾക്കൊള്ളാനും സംബന്ധിക്കാനും തുടങ്ങിയപ്പം ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ ബന്ധം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ കടന്നു പോകുന്ന കനൽ വഴികളിലും എൻ്റെ സഹനത്തിൻ്റെ തീച്ചുളയിലും എനിക്ക് ഏറ്റവും വലിയ ധൈര്യവും ശക്തിയും പകർന്നു തന്നത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഓരോ പരിശുദ്ധ കുർബാനയാണ്. കാരണം ആ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് വേണ്ടി എന്നെ കാത്തിരിക്കുന്ന ഒരു ഈശോയുണ്ടെന്നും ഞാൻ ഈ ലോകത്തിൽ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധ്യം, ഏതൊരു പ്രശ്നം വന്നാലും എൻ്റെ ഈശോ എന്നെ സഹായിക്കുമെന്നുള്ള ഒരു ബ്ലൈൻഡായിട്ട് നമുക്ക് ഒരു ട്രസ്റ്റാണ് എനിക്കതിൽ വഴി ലഭിച്ചത്. അതുപോലെ തന്നെ ഈ പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന ഒരു നിയോഗം പോലും നിഷ്ഫലമായി എൻ്റെ ജീവിതത്തിൽ പോയിട്ടില്ല. അത് ചിലപ്പോൾ ആൾക്കാരുടെ മാനസാന്തരമായിരിക്കും, എൻ്റെ തന്നെ വിശുദ്ധീകരണം, ലോകത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്ന ഒരു നിയോഗങ്ങൾ സമയമെടുത്താലും കാലത്തിൻ്റെ തികവിൽ എൻ്റെ ഈശോ എനിക്കിത് സാധിച്ചു തരാറുണ്ട്. ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിലാഗതനായി എൻ്റെ ആത്മാവിലേക്ക് എന്തെല്ലാം കുറവുകളുണ്ടോ അവിടെ എല്ലാം ഒരു പൂമഴയായിട്ടാണ് ഈശോ ഓരോ വിശുദ്ധ കുർബാനയിലും കടന്നു വരുന്നത്. ഈശോയുടെ സാന്നിധ്യത്തിൽ ഇപ്പം മക്കളെ നോക്കുന്ന കാര്യത്തിൽ മക്കളെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പം ഈശോ ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് അവരെ അതിന് പകരം അവരോട് സ്നേഹത്തോടെ പറയാനായിട്ട് ആ നിമിഷങ്ങളിലൊക്കെ ഈശോയുടെ സ്നേഹമാണ് എന്നെ തിരിച്ച് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കുടുംബജീവിതത്തിലാണേലും ഏതെങ്കിലും കാര്യത്തിൽ പരസ്പരം എന്തെങ്കിലും വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഈശോയാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്, ഇത് ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി വീഴ്ചകളുണ്ടാവും. അപ്പോഴൊക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈശോ എന്നെ എൻ്റെ കുടുംബജീവിതത്തിൽ സഹായിക്കാറുണ്ട്. ഒരു ദിവസം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായപ്പോൾ അപ്പോൾ ഈശോ പെട്ടെന്നൊരു ബോധ്യം തന്നു വചനം തുറക്കാനായിട്ട്. അന്ന് അങ്ങനെ ഒരു ചിന്ത തന്നത് കൊണ്ട് ഓടിച്ചെന്ന് വചനം തുറന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നിന്നെ സംരക്ഷിക്കുന്നതും നിനക്ക് ഉത്തരം അരുളുന്നതും ഞാനാണ്, നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. ഹോസ്യ പ്രവചന പുസ്തകത്തിൽ 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഈശോ എന്നോട് നേരിട്ട് സംസാരിച്ചത് എനിക്ക് മനസ്സിലായത് വിശുദ്ധ കുർബാനയിൽ എൻ്റെ ഉള്ളിലുള്ള ഈശോ എന്നോട് വചനം തുറക്കാൻ ആവശ്യപ്പെട്ടത് തിരിച്ചറിഞ്ഞപ്പോഴാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈശോ എന്നോട് പേഴ്സണലി സംസാരിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചത്, ഈശോ എല്ലാത്തിലും ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പ് തന്നത് ഓരോ ദിവസം വിശുദ്ധ കുർബാനയിൽ എൻ്റെ ഉള്ളിൽ വരുന്ന ഈശോയാണ്. അതുപോലെ ഒരു ദിവസം ഞാൻ ഭയങ്കര മടുത്തിരിക്കുമ്പം അന്ന് ഞാൻ തളർന്നിരിക്കുന്ന ഒരു സെക്കൻഡിൽ ഈശോ ഞാൻ മടുത്തെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു സെക്കൻഡിൽ ഈശോ എനിക്ക് ഇങ്ങനെ ബോധ്യം തന്നത് ഞാൻ ചാരി ഇരിക്കുന്നത് ഈശോയാണ്. ആ ചാരി ഇരിക്കുന്നത് ഈശോ എന്ന് തിരിച്ചറിഞ്ഞ ഒരു സെക്കൻഡിൽ എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന മടുപ്പും സങ്കടവും ഒക്കെ മാറി ഞാൻ ഉള്ളിൽ സന്തോഷത്തോടെ ചിരിച്ചു. അത് ദിവ്യകാരൻ ഈശോ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടും ആ സാന്നിധ്യം അറിയാൻ ഈശോയുടെ സംസാരം എനിക്ക് കേൾക്കാൻ സാധിച്ചതുകൊണ്ട് മാത്രം. അപ്പൊ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈശോ നമ്മുടെ വീട്ടില് നമ്മുടെ കുടുംബത്തില് ഒക്കെ എല്ലാത്തിലും ഈശോയ്ക്ക് മാറ്റം വരുത്താൻ ഒരു സെക്കൻഡ് മതി. ഒരു നിമിഷത്തില് തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഇടപെടും വിശുദ്ധ കുർബാനയിലൂടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ആരെങ്കിലും ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ നമ്മൾ നോക്കാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഈശോനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണേ? ഈശോയുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കും. അതുകൊണ്ടല്ല ഈശോ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ നിങ്ങളിൽ വന്ന് വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നല്ലേ. അത് നമ്മുടെ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടുത്തെ പ്രസാദിപ്പിക്കുക. നമ്മൾ എത്ര പ്രാവശ്യം സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ഒരു ദിവസം ചെല്ലുന്നത്, അത് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയല്ലേ? അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആകണേ. എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നു അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആകണം. പക്ഷേ എത്ര പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ആവുന്നുണ്ട്? ഈശോയുടെ ഇഷ്ടമാണോ എൻ്റെ ഇഷ്ടമാണോ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ നമ്മൾ ഈശോയുടെ ഇഷ്ടം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ദൈവകൃപയുണ്ടാവും. ആരൊക്കെ ഈശോയുടെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെച്ചോ അവിടെയൊക്കെ സ്വർഗ്ഗം ഇറങ്ങി വരുന്നുണ്ട്, ഈശോ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ നമുക്ക് ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് അടുക്കണം. അപ്പോൾ എന്ത് പറ്റും? നമ്മളെ ഈശോ അനുഗ്രഹമാക്കും. ഈ ലോകത്തിൽ ഇപ്പം ഈ പിശാച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മക്കളെ അകറ്റണം എന്നുള്ളതാണ്. കാരണം എന്താ? വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ അവൻ ജയിക്കും. പക്ഷെ ആരൊക്കെ വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുന്നോ പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയാം. കുറച്ച് നാൾ മുമ്പ് ശാലോംകാർ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചിരുന്നു, അച്ഛൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അച്ഛനായില്ലേ, എൻ്റെ ജീവിതമൊക്കെ ഒന്ന് നോക്കിക്കണ്ടേ, എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ജീവിതം? അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചത്, എപ്പോൾ തൊട്ടാണ് ഞാൻ ഈ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി? അത് 10ാം ക്ലാസ് തൊട്ടാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള ഒരു ജീവിതം നോക്കി അത് ഒത്തിരി ദൈവാനുഗ്രഹപ്രദമായിരുന്നില്ല. കാരണം എന്താ? ഈശോനൊക്കെ അകന്നൊക്കെ ഒരു ജീവിതമായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് തൊട്ടപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? അച്ഛൻ്റെ റാങ്കൊക്കെ ഒരു 40 ആയിരുന്നു ആ സമയത്ത്. പക്ഷേ അത് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി അതൊരു 10ന് താഴെയായി. ഈശോയുടെ എന്തോ ഒരു ഒരു സ്നേഹബന്ധം, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അച്ഛനറിയാണ്ട് തന്നെ ഉണ്ടായി. കാരണം ഈശോ മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ പല തെറ്റായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഈശോ സംരക്ഷിച്ച് കുറച്ചുകൂടി ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പരിശ്രമിക്കാൻ അച്ഛന് ശക്തി നൽകി. അങ്ങനെയായിരുന്നു. അങ്ങനെ അത് എൻജിനീയറിങ് കഴിഞ്ഞ് ജോലി തുടങ്ങുന്നതിടെ വരെ എല്ലാ ദിവസവും പോകുമായിരുന്നു. അപ്പോൾ ഭയങ്കര ഒത്തിരി അനുഗ്രഹപ്രദമായ ജീവിതമായിരുന്നു. പിന്നെ ജോലിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജോലിയുടെ തിരക്കായി, കുറച്ച് മടിയൊക്കെ പിടിച്ചു, കുറച്ച് പൈസയൊക്കെ ആയി. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഈശോയിൽ നിന്ന് പതുക്കെ അകലുന്നു, മടി പിടിച്ചു. അപ്പോൾ അങ്ങനെ അകലാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? ഈശോയിൽ നിന്ന് കുറച്ചുകൂടെ അകന്നു. ആ ഒരു സന്തോഷം പിന്നെയും പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ജർമ്മനിയിൽ പിന്നെയും പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പിന്നെയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? പിന്നെയും അനുഗ്രഹങ്ങളുടെ കാലഘട്ടം. പ്രതീക്ഷിച്ചേക്കാൾ കൂടുതലായ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ഈശോ വാരി കോരി തരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴാണ് ഈശോ അച്ഛനാകാൻ വിളിക്കുന്നതൊക്കെ. അപ്പോൾ അച്ഛൻ ഒത്തിരി ആഗ്രഹിച്ച കൂടുതൽ ഈശോയുടെ സ്നേഹവും കരുതലും അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റി എപ്പോഴാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, എപ്പോഴൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോയോ അപ്പോഴൊക്കെ വലിയ ദൈവാനുഗ്രഹമായിരുന്നു. എപ്പോഴൊക്കെ പള്ളിയിൽ പോകാണ്ടിരുന്നോ അപ്പോൾ ഒക്കെ ഈശോയിൽ നിന്ന് അകന്നു. കൂടുതൽ ഈശോനെ വേദനിപ്പിക്കുന്ന പലതും ജീവിതത്തിലുണ്ടായി. അപ്പോൾ അച്ഛനെ പഠിപ്പിച്ചത് ഈശോയുടെ കൂടെയുള്ള ജീവിതം എന്ത് പറ്റും? നമ്മളെ ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിൽ പറയുന്ന വേറൊരു കാര്യമാണ്, ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ വിശുദ്ധിയുടെ ആവശ്യകത നിങ്ങൾക്ക് അനുഭവപ്പെടും. എല്ലാ ദിവസവും ഈശോനെ സ്വീകരിച്ചാൽ വിശുദ്ധിയിൽ നിലനിൽക്കാൻ ഈശോ വലിയൊരു കൃപ തരും. ഈ കാലഘട്ടത്തിൽ പിശാചാകില്ല ഈശോയുടെ മക്കൾ ഒത്തിരി പ്രലോഭിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമുക്കൊരു മോചനം നേടണ്ടേ? എൻ്റെ പൊന്നുമക്കളെ, എല്ലാ ദിവസവും ഒന്ന് പള്ളിയിൽ പോയി നോക്കി. എനിക്ക് എല്ലാ ദിവസവും ഈശോനെ സ്വീകരിക്കണ്ടേ? ഞാനപ്പോൾ വിശുദ്ധിയിൽ നിന്നാലല്ലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഈശോയാ വരുന്നത്. അപ്പോൾ ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഈ പ്രലോഭനങ്ങളോട് നോ പറയാനുള്ള കൃപയും ഈശോ തരും. ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഒരു സാക്രിഫൈസ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പോകാമെന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് പ്രിയമക്കളെ, ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പം ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈശോ സത്യമായും വിശുദ്ധ കുർബാനയിൽ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവുമായി ആയിരിക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തോടെ ഈശോനെ സ്വീകരിക്കണം. അതുപോലെ ഈശോനെ സ്വീകരിക്കാൻ പറ്റില്ല, നമ്മൾ മിസ് ചെയ്യുന്നത് പോലെ തോന്നണം. ഈശോനെ നമ്മൾ മിസ് ചെയ്യുന്നത് പോലെ തോന്നണം. എപ്പോഴാണ് നമ്മൾ അവനെ സ്നേഹിക്കുമ്പോൾ പിന്നെ ഓർക്കുക, ആരൊക്കെ ഈശോയിലേക്ക് അടുക്കുന്നോ അവരെയൊക്കെ ഈശോ മാറ്റും. ചുമ്മാ മാറ്റുമല്ല, ഒരു അനുഗ്രഹമാകും. അതുവരെ ചെയ്യാൻ പറ്റാത്തത് പലതും ഈശോയുടെ കൃപയാൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞ, എന്നെ ശക്തനാക്കുന്ന അവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്ത് പറ്റും? ഒരു അനുഗ്രഹപ്രദമായ ജീവിതം ആവും. ഈശോ നമ്മളെ എടുത്തുപയോഗിക്കും, അനുഗ്രഹമാക്കി മാറ്റും. നമ്മുടെ ഹൃദയം ഒത്തിരി സമാധാനത്താൽ സ്നേഹത്താൽ അവൻ നിറയ്ക്കും. അപ്പോൾ ഈ ഒരു തിരുനാളിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, നമുക്ക് പരസ്പരം സഹായിക്കാം, ഈശോയെ കുറച്ചുകൂടെ സ്നേഹിക്കാം, അവൻ്റെ ഹൃദയത്തിന് കുറച്ചുകൂടെ സന്തോഷം കൊടുക്കാം. നമുക്ക് കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.